നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. എന്തിനോ നിങ്ങൾ ഭയപ്പെടുന്നു. സത്യം പറയൂ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടുപോയത്? ഇത് കേൾക്കുമ്പം ഹീറോ എന്നോടൊന്നും ചോദിക്കണ്ട, ഈ വിഷയവും അവളുടെ തിരോധാനവും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോവാണ്. കുറേ സമയം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് തിരികെ വന്ന് ലോയറോട് സംസാരിക്കും. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചു. അത് സത്യമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ആ വിഷയങ്ങൾ ഞാൻ തന്നെ മറക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും എടുത്തു പറയാതിരുന്നത്. എന്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞായിരുന്നു. എൻ്റെ അച്ഛനൊരു ആൽക്കഹോളിക്കായിരുന്നു. അമ്മയ്ക്ക് വീട്ടിലും ശ്രദ്ധയില്ല. സ്കൂളിൽ നന്നായി പഠിച്ച എനിക്ക് കോളേജിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ഷാങ്ഹായ് നഗരത്തിലേക്ക് വന്നു. അവിടുന്ന് പല ജോലികളും ചെയ്തു. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനമാണ് ഡൈവിംഗ് ട്രെയിനറായിട്ട് നിയമിക്കപ്പെടുന്നു. അപ്പൻ്റെ ജീവിതം കുറച്ച് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോയിരുന്നു. എന്നാലും മാസവരുമാനം കൊണ്ട് എനിക്ക് മിച്ചം പിടിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ചെലവിന് പോലും തികഞ്ഞിരുന്നില്ല. അപ്പോഴാണ് യാദൃച്ഛികമായി മൊബൈലിൽ ഞാൻ റമ്മി കളിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഭാഗ്യമാണോന്നറിയില്ല, ആദ്യത്തെ പല കളികളിലും ഞാൻ ജയിക്കാൻ തുടങ്ങി. ഇതിനോടുള്ള കമ്പം കൂടി മൊബൈലിൽ നിന്ന് മാറി നേരിട്ടുള്ള ചൂതാട്ട കളങ്ങളിലേക്ക് പോയി. അവിടെയും ഞാൻ ജയിക്കാൻ തുടങ്ങി. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ച് എനിക്ക് അത്യാവശ്യം പണമൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഇതിനിടയിൽ ഞാൻ തോറ്റു പോകുന്നത് ശ്രദ്ധിച്ചില്ല. വന്ന പണമെല്ലാം ചൂതുകളിൽ തന്നെ തിരികെ പോയി. അത് വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ പലരുടെ കയ്യിൽ നിന്നും ലോൺ എടുത്ത് വീണ്ടും കളിക്കാൻ തുടങ്ങി. അവസാനം വലിയ കടത്തി മുങ്ങി. ഇതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോൾ അവരെന്നെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കാൻ തുടങ്ങി. പല അഗ്രിമെന്റിലും ഞാൻ സൈൻ ചെയ്തുകൊണ്ട് എനിക്കിതിൽ നിന്ന് രക്ഷയില്ലെന്ന് മനസ്സിലായി. എന്നെ ജോലിയിൽ നിന്ന് പോലും പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഭാഗ്യത്തിന് ഇത് കൂട്ടുകാരൻ കണ്ട് എന്നെ രക്ഷപ്പെടുത്തി. പിന്നീടാണ് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടുന്നത്. അവളോട് എൻ്റെ ഈ ദുഷിച്ച സ്വഭാവം പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ആ കടമെല്ലാം എങ്ങനെയെങ്കിലും ഞാൻ വീട്ടും. അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഇവളോടൊപ്പം ജീവിക്കാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ അവളാവട്ടെ ആ കടങ്ങളെല്ലാം ഒറ്റയടിക്ക് വീട്ടാൻ വേണ്ടി അവളുടെ കാർഡ് തന്നെ എടുത്തു തന്നു. പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല. ഞാൻ ആ കടങ്ങൾ വീട്ടിയിട്ടേ നിന്നെ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ കഷ്ടപ്പെട്ട് ഇൻസ്റ്റാൾമെന്റിൽ ആ കടങ്ങളെല്ലാം വീട്ടി അവളെ കല്യാണം കഴിച്ചു. പിന്നീട് ഒരിക്കലും ഞാൻ ചൂത് കളിക്കാൻ പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അവളുടെ പാരൻസിന്റെ കമ്പനി തന്നെ ഞാൻ ഏറ്റെടുത്ത് നടത്താൻ അവളെ സഹായിച്ചു. ആ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ലോയർ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തിനാ വീണ്ടും നിന്റെ കൂട്ടുകാരൻ വിളിക്കണേന്ന്? ആ വൃത്തികെട്ട ചൂതാട്ട കളിയിലേക്ക് എന്നെ വലിച്ചിടാൻ വേണ്ടി അവൻ വിളിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പോകില്ല. ആ മോശം ഭൂതകാലം ഞാൻ മറന്നിരിക്കുക. ഇനി അത് തിരിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ആ കാര്യം മാത്രം ഞാൻ പറയാതിരുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ടൊന്നും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കണമെന്ന് ഹീറോ പറയും. അങ്ങനെ അന്ന് രാത്രി കഴിയുന്നു. പിറ്റേ ദിവസം ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ വിസ എക്സ്പയർ ആവാൻ. പിറ്റേന്ന് ഈ ലോയർ എന്തോ 2 സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ടെന്ന് പറയും. ബാഡ് ന്യൂസ് എന്താണെന്ന് ചോദിക്കുമ്പം ഇവരെ ഫോളോ ചെയ്ത് വന്ന ആള് ഒരു വാടക ഗുണ്ടയാണ്. 14 വയസ്സ് മുതൽ ക്രൈമുകൾ ചെയ്യാൻ തുടങ്ങിയതാ. ഒരുപാട് കേസുകളുണ്ട്. ഇപ്പൊ പരോളിലാണ്. അയാള് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് കമ്പനി ആ ദ്വീപിൽ മിസ്സായി പോകുന്ന വെൽത്തി ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരുടെ എല്ലാം കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് കാരണക്കാര്. പക്ഷെ എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ആ കാണാതെ പോകുന്ന പണക്കാരുടെ സ്വത്തുക്കളെല്ലാം ഈ കമ്പനിയുടെ പല രാജ്യത്തുള്ള ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ ആക്കപ്പെടുന്നത്. അപ്പം മുസി എവിടെയാണെന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാം. ഇനി ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിക്കുമ്പം ഇവർ പണ്ട് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, ആ സ്റ്റുഡിയോയുടെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയ ഫോട്ടോഗ്രാഫർ, അയാളെ കിട്ടിയത്രേ. കുറച്ചധികം പണം കൊടുക്കണം, എന്നാലേ അയാൾ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ തരുള്ളൂ. ഹീറോ, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്രയും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ലോയർ, നിങ്ങൾക്ക് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, തിരിച്ചു പോകൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ട പിന്നീട് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹീറോ, എൻ്റെ ഭാര്യയെ അങ്ങനെ ഇവിടെ അപകടത്തിൽ വിട്ടിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം എന്നെ ഒരിക്കലും അവൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവളെയും കൊണ്ടേ ഞാൻ പറക്കുള്ളൂ. ഇന്നത്തെ അവസാനത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവളെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലും മതി, ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ഞാൻ പോയി തിരികെ വരാമല്ലോ. എന്നെ അതിനെങ്കിലും അനുവദിക്കണം എന്ന് പറയാണ് ഹീറോ. എന്നാൽ ശരിയെന്നും പറഞ്ഞ് ലോയർ ഹീറോയെയും വിളിച്ചുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറെ കാണാൻ ചെല്ലും. അയാൾ പണം ചോദിക്കുമ്പോൾ ഈ പണം കൊടുത്ത് യഥാർത്ഥ ഭാര്യയുടെ ഫോട്ടോഗ്രാഫ്സ് ഹീറോ കോപ്പി ചെയ്ത് വാങ്ങിക്കുകയാണ്. സോ ഇവർക്ക് എവിഡൻസ് ആയി. ഇനി ധൈര്യമായിട്ട് കേസ് കൊടുക്കാം, മറ്റേ പെണ്ണിനെ കൊടുക്കുകയും ചെയ്യാം. എന്നാൽ ആ സമയത്ത് ഒരു ഡൈവിംഗ് ചെയ്യുന്ന ചെറുക്കൻ ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ട്, ചേട്ടാ ആ പെണ്ണിനെ നിങ്ങൾക്ക് അറിയുമോ? ഇവര് എന്റെ കയ്യിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന 2 തുണികൾ വാടകയ്ക്ക് എടുത്തിട്ട് ഒരെണ്ണം തിരിച്ചു തന്നിട്ടില്ല. അവരെ കണ്ടാലൊന്ന് പറയണേ, അല്ലെങ്കിൽ ആ കാശ് ഞാൻ കൊടുക്കേണ്ടി വരും എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ഇമ്പോസിബിൾ, അങ്ങനെ വരാൻ വഴിയില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കാം, ഇത് വേറെ ആളാണെന്ന് പറയാം. അപ്പൊ ഡൈവ് ചെയ്യുന്ന ചെറുക്കൻ ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിയുമ്പോൾ ഹീറോ, നമുക്കിനി എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം, പോലീസുകാർക്ക് എവിഡൻസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ലോയറെയും വിളിച്ചോണ്ട് ഇവർ കാർ ഓടിച്ച് തിരിച്ചു പോവാം. അപ്പൊ ലോയർ പെണ്ണ് ചോദിക്കും, ആ ഡൈവിംഗ് ചെറുക്കൻ പറഞ്ഞില്ലേ മുസി ഉടുപ്പിട്ട് നീന്താൻ പോയെന്ന്, ഒരു പക്ഷേ അതിൽ സത്യം ഉണ്ടാവോ? ഇത് കേൾക്കുന്ന ഹീറോ പറയും, ഇല്ല, ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. കാരണം മുസി ബിഗിനറാണ്, മാത്രമല്ല ആഴക്കടലിൽ പോകാൻ അവൾക്ക് പേടിയാണ്, ഒരിക്കലും പോയിട്ടില്ല. ഇത് കേൾക്കുമ്പം ലോയർ വണ്ടി ഒരു ഭാഗത്തേക്ക് വളച്ചു നിർത്തും. എന്നിട്ട് ഹീറോയോട് പറയാണ്, നിങ്ങൾ വീണ്ടും എന്നോട് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, സത്യങ്ങൾ പലതും ഇനിയും പറഞ്ഞിട്ടില്ല. ഇപ്പന്റെ സംശയം ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് മുസിയാണോ എന്നാണ്. അവൾ അറിഞ്ഞുകൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നത്. സത്യം പറയൂ. അത് കേൾക്കുമ്പോൾ ഹീറോ, ഞാൻ എല്ലാ സത്യവും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
മുസി ആരോ അപായപ്പെടുത്തിയതാണ്. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ വണ്ടി എടുക്കൂന്ന് പറയുമ്പം വക്കീല് വണ്ടി എടുക്കുന്നില്ല. എന്നാൽ ഞാൻ നടന്നു പോകാമെന്നും പറഞ്ഞിട്ട് ഈ ബാഗും കൊണ്ട്, ലാപ്ടോപ്പുള്ള ബാഗും കൊണ്ട് ഹീറോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നിങ്ങളുടെ ആവശ്യമില്ലാന്നും പറഞ്ഞ് അവർ നിൽക്കുമ്പം പെട്ടെന്ന് ഇവരുടെ കൂടെ വന്നില്ലേ, പറഞ്ഞ പോലെ കൂടെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതാ. ആ ഫോട്ടോഗ്രാഫർ ഇവരുടെ കൂടെ തന്നെ വന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ സാക്ഷി പറയാനായിട്ട്. AI-യുടെ കാലമല്ലേ, അതുകൊണ്ട് സാക്ഷി പറയാനായിട്ട് പുള്ളിക്കാരനെയും വിളിച്ചുകൊണ്ട് പോയതായിരുന്നു. ഇയാളെ ആരോ വെടിവെക്കും. ഏതോ ഒരു കില്ലർ ഒളിഞ്ഞിരുന്ന് ഇവരെ ഷൂട്ട് ചെയ്യുക. ഉടനെ ഹീറോയും ലോയറും അവിടെ നിന്ന് മാറി മറിഞ്ഞിരിക്കും. അപ്പൊ ഈ കില്ലർ വന്ന് ഇവർ എവിഡൻസ് ആയിട്ട് വെച്ചിരുന്ന ലാപ്ടോപ്പും കൊണ്ട് മാറിപ്പോവാണ്. ഇവർ അയാളുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടവേ ഹീറോ സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ ഹീറോയും ലോയറും തമ്മിൽ സെപ്പറേറ്റ് ആവുക. ഈ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോ എത്രയും പെട്ടെന്ന് അവന്റെ റൂമിലേക്ക് ഓടി വരികയാണ്. ഇവരെ ട്രാപ്പിൽ പെട്ടാൽ താനും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി അവൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഓടി വരിക. എല്ലാം പെറുക്കി വെക്കുമ്പം മറ്റേ മരുന്ന് മാത്രം കാണാനുണ്ടാവില്ല. അപ്പൊ ഈ മരുന്നുമായി നമ്മുടെ പുതിയ ഭാര്യയില്ലേ, അവൾ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഹീറോയോട് ചോദിക്കും, ബേബി നീ ഈ മരുന്നാണോ നോക്കണേന്ന്. അപ്പൊ ഹീറോ, എന്നെ ഇനിയും ഉപദ്രവിക്കരുത്, നിങ്ങൾ ജയിച്ചു, എത്ര പണം വേണ്ടെന്ന് പറയാം, ഞാൻ തരാം, ദയവേത് എന്നെ വെറുതെ വിടൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറയുമ്പം ഈ പെണ്ണൊരു ഡെവിൾ ചിരിച്ചിരിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന കുപ്പി കൊണ്ട് സ്വന്തം തലയിലേക്ക് ആഞ്ഞടിക്കുന്നു. അപ്പൊ തലേന്ന് രക്തം വാർന്നൊലിക്കുക, നിന്റെ ഓരോ അണുവും ഞാൻ കവർന്നെടുക്കുന്ന ആ പെണ്ണ് പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് അവളുടെ കഴുത്തിലേക്ക് ആഞ്ഞു പിടിച്ച് അമർത്താൻ തുടങ്ങും. ഉടനെ തന്നെ പോലീസുകാരും ആ ഹോട്ടൽ ജീവനക്കാരും അകത്തേക്ക് ഓടി വരുന്നു. ആ പെണ്ണ് പ്ലാൻ ചെയ്ത് സക്സസ് ആയി. ഹീറോ ഇപ്പോൾ ഒരു മുഴുപ്രാന്തന്റെ അവസ്ഥയിലാണ് പിടിക്കപ്പെടുന്നത്. എല്ലാ എവിഡൻസും അവനെതിരാണ്. ഇങ്ങേര് കണ്ണു തുറക്കുമ്പം ഏതോ പ്രാന്താശുപത്രിയിലാണ് ഉണ്ടാവുക. നഴ്സ് ഒരു മയക്കമരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ഹീറോ പാതി ബോധത്തിയിരിക്കുമ്പം ഈ ആശുപത്രി മുറിയിലേക്ക് 2-3 പേര് കടന്നു വരും. നോക്കുമ്പം ഹീറോയെ ആദ്യം സഹായിച്ച ആ പോലീസുകാരനും ഈ വില്ലൻ ടീമിൽ തന്നെ ഉള്ള ആളാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഹീറോയെ പറ്റിക്കുകയായിരുന്നു. ഇനി അവർ ഹീറോയെ സർജറി ചെയ്ത് അനങ്ങാൻ പറ്റാത്ത ഒരു കോമാ ബോഡിയാക്കി മാറ്റാൻ പോവുക. അതിനുള്ള കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യും. അത് കഴിഞ്ഞ് ഹീറോയെ മൊട്ടയടിച്ച് കിടത്തുകയാണ്. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോഴാണ് നഴ്സിന്റെ വേഷത്തിൽ നമ്മുടെ ലോയർ ഈ ആശുപത്രിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവർ മുഖമൊക്കെ മറച്ചു വെച്ച് നൈസായി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഫേയ്, അവരുടെ കൺട്രോളിലാണ് ഇവിടുത്തെ ഡോക്ടർമാരും പോലീസുകാരും എല്ലാവരും. നിങ്ങളൊരു വലിയ മാനസിക രോഗിയാണെന്ന് അവർ വരുത്തി തീർത്തു. ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമോ വഴിയോ എന്റെ കയ്യിലില്ല. ഇനി ഒരൊറ്റ ആൾക്കേ നിങ്ങൾക്ക് അനുയോജ്യമായി സാക്ഷ്യം പറയാൻ കഴിയും. അത് റിയൽ മുസിയാണ്. അവൾ എവിടെയാണെന്ന് പറയൂ. അവളെ കാണിച്ചാൽ നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പം ഹീറോ ഞെട്ടിയിട്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് നിങ്ങൾ എന്നോട് എന്നെ ചോദിക്കുകയാണ് എന്റെ ഭാര്യ എവിടെയാണെന്ന്. അപ്പൊ നഴ്സമ്മ, ലോയറമ്മ, ഇനിയും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഫേ. നിങ്ങൾ ആ ഫോട്ടോ വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് ഭാര്യ ഒരിക്കലും ഡൈവ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ അവിടേക്ക് ചെന്നിരുന്നു. നിങ്ങളെ ഭാര്യ അവരുടെ പേരിൽ 2 സെറ്റ് ഡൈവിംഗ് ഗിയർ അവിടുന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് അവരുടെ സൈസ്, രണ്ടാമത്തത് നിങ്ങളുടെ സൈസ്. മാത്രമല്ല അന്നേ ദിവസം ഏതോ ഫാൻസി റെസ്റ്റോറന്റിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഭാര്യയെ വിളിച്ചത്. നിങ്ങൾ ഭാര്യയോട് പറഞ്ഞത് ഏതോ കൂട്ടുകാരനെ റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പോകുന്നു എന്നാണ്. ആ സമയത്ത് ഭാര്യയോട് ലൂണാ ബേയിൽ കാത്തിരിക്കാൻ പറഞ്ഞു. അത് കടലിൽ ഡൈവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് സ്റ്റാറി സ്കൈ കാണാം. നീ കാത്തിരിക്കൂ, ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് നിന്നെ അവിടെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോയത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, അല്ല, അതല്ല സത്യം, ഞാൻ അവളെ കണ്ടിട്ടില്ല, ഞാൻ ആ ബാറിൽ തന്നെയായിരുന്നു, അതിന് സാക്ഷികളുണ്ട്, ആ രാത്രി മുഴുവൻ ഞാൻ ആ ബാറിലായിരുന്നു. അപ്പൊ ലോയർ പറയും, ആ ബാറിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ വരുത്തി തീർത്താണ്. കാരണം മണ്ടേല എഫക്റ്റിനെ പറ്റി നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആ ബാറിൽ ചെല്ലുന്നു, അവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞ് ബിയറും കുടിച്ച് ബാത്റൂമിൽ പോയി കിടക്കുകയാണ്. ഈ ബാത്റൂമിൽ നിന്ന് ആരും അറിയാതെ വെളിച്ചാടി നിങ്ങൾ ഭാര്യയുടെ അടുത്തേക്ക് ലൂണാ ബേയിലേക്ക് പോകുന്നു. അവിടെ ഒരു ഡൈവിംഗ് ഗിയർ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിരുന്നു. ഇത് ധരിച്ച് നിങ്ങൾ 2 പേരും കടലിലേക്ക് ഇറങ്ങി ചെല്ലാണ്. എന്നാൽ തിരിച്ചു വന്നത് നിങ്ങൾ ഒരാൾ മാത്രമാണ്. ഭാര്യയുടെ എവിഡൻസ് എല്ലാം കത്തിച്ചു കളഞ്ഞ് നിങ്ങൾ നേരെ ബാറിലേക്ക് തിരിച്ചുപോയി. ബാത്റൂമിൽ കയറി പുറത്തേക്ക് വരുന്ന സമയം ആ വഴി വെറുതെ പോയ ഒരുത്തന്റെ മണ്ടയടിച്ച് പൊട്ടിച്ചിട്ട് ആ സമയം മുഴുവൻ അവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് വരുത്തി തീർത്തു. ഇതൊരു വലിയ പ്ലാനാണ്. ഒരു ദിവസം കൊണ്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഒരുപാട് നാളെടുത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ച കാര്യമാണത്. ഇത് തെളിയിക്കാനുള്ള മറ്റൊരു എവിഡൻസ് നിങ്ങളുടെ വാച്ച് തന്നെയാണ്. കാരണം ഓരോ ഡൈവേഴ്സും ഡൈവ് ചെയ്യുന്നതിന് മുന്നേ ഈ വാച്ച് ധരിക്കാറുണ്ട്. അതിലവർ എത്ര നേരം വെള്ളത്തിനടിയിൽ പോയി എപ്പോഴാണ് പുറത്തു വന്നെന്നുള്ളതൊക്കെ ടൈം സഹിതം റെക്കോർഡാവും. ഈ വാച്ചിൽ ആ സമയത്ത് ഹീറോ വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡറാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലോയർ ചേച്ചി, നിങ്ങൾ മുസിയെ പ്രണയിച്ചതുവരെ ഒരു പ്ലാനിങ് ആയിരുന്നില്ലേ? ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയത് ആക്സിഡന്റിലായിരിക്കാം. എന്നാൽ മുസി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവളെ നിങ്ങൾ വലയിൽ വീഴ്ത്തിയത്. അത് സത്യമാണ്. ആദ്യം ഒരു കണ്ടുമുട്ടിയപ്പം ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നാൽ കൂട്ടുകാരൻ മുഖേന ആ പെണ്ണൊരു വലിയ അംബാനിയുടെ മോളാണെന്ന് ഹീറോ മനസ്സിലാക്കി. അവൾ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് അവൾ തിരിച്ചു വന്നത്. ഇപ്പൊ ആ സ്വത്തിന് ഏക അവകാശിയുള്ളൂ അവൾ മാത്രം. അവളാണെങ്കിൽ ഇൻട്രോവേർട്ടും ആണ്. എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഹീറോ പഠിച്ചെടുത്ത് അവനും അതിലെല്ലാം താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ഇതില്
പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ആ ആക്സിഡന്റ് പോലും ഹീറോ വരുത്തി തീർത്താണ്. പെട്ടെന്നൊരു ട്രോമ ഉണ്ടായി ആ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരുപാട് വിശ്വാസമാവില്ലേ? അങ്ങനെ വരുത്തി തീർത്ത് ഹീറോ കല്യാണം കഴിച്ചായിരുന്നു. ഇതെല്ലാം വക്കീലമ്മ പറയുമ്പം ഹീറോ ദേഷ്യപ്പെട്ടിട്ട്, ഇല്ല നീ ഇനി സംസാരിക്കണ്ട, നീ പറയുന്നൊന്നും സത്യമല്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ വക്കീലമ്മ, നിങ്ങൾ ചെയ്തതൊക്കെ വിട്ടുകളയാം, അത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. പക്ഷെ ഇപ്പോ ഈ കേസിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലയന്റിനെ രക്ഷപ്പെടുത്തണം. മുസിയെ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി അരമണിക്കൂറിൽ അവർ നിങ്ങളെ ഒരു ജീവച്ഛവാക്കിയിട്ട് മാറ്റും. ഇനി പറയൂ, മുസി എവിടെയാണ്? നിങ്ങൾ ആ കേസുമായി എനിക്കൊരു ബന്ധമില്ല. അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. മുസി ഇപ്പൊ ജീവനോടെയോ മരിച്ച ബോഡി ആയിട്ടോ തിരിച്ചു കിട്ടണം. അതുകൊണ്ട് പറയൂ, അവൾ എവിടെയാണ്? എന്നാൽ ഹീറോ അപ്പോഴും എനിക്കറിയില്ല, നിങ്ങൾ എന്താ ചോദിക്കണേന്ന് പോലും എനിക്കറിയില്ല എന്നാണ് പറയുക. അപ്പൊ പെട്ടെന്ന് ബീപ് ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാനുള്ള സമയമായി. എത്രയും പെട്ടെന്ന് അവരകത്തേക്ക് വരാൻ പോവാ. സർജറിക്ക് എല്ലാ എക്യുപ്മെന്റ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരോ വന്ന് കഥയിലും മുട്ടുന്നുണ്ട്. ഈ ലോയർ അവസാനമായിട്ട് ചോദിക്കുക, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയേയില്ല, മരിക്കാതിരിക്കണമെങ്കിൽ ആ സത്യം തുറന്നു പറയൂ. അവരിപ്പൊ നിങ്ങളുടെ തല വെട്ടിക്കേറും. ഇങ്ങനെ ചാവാനാണെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണ്? അവരുടെ ബോഡി എവിടെയാണ്? അത് തുറന്ന് പറഞ്ഞോളൂ. അത് മാത്രമേ ഉള്ളൂ വഴി, അത് മാത്രമേ ഉള്ളൂ വഴി എന്ന് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് പറയുമ്പം ഹീറോ പെട്ടെന്ന് പൊട്ടി പറഞ്ഞു പോകും. മോശ ലൈറ്റ് ഹൗസിന്റെ അടിയിലാണ് അവളുള്ളത്. അതായത് നേരത്തെ കാണിച്ചില്ല ഒരു ലൈറ്റ് ഹൗസ്, അതിനടിയിലാണ് ഹീറോയുടെ ഭാര്യയുടെ ബോഡി ഉള്ളത്. ഞാൻ അവളെ മാത്രം അവിടെ വിട്ടിട്ട് തിരികെ പോന്നു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾ എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ, സഹായിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. എന്നാൽ അവൾ എന്നെ ഒഴിവാക്കി. എന്റെ വേദന കണ്ടില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഈ നാറി വീണ്ടും ചൂതാട്ടം കളിക്കാൻ പോയി വലിയ കടം വരുത്തി വെച്ചു. ആദ്യത്തെ കടവും ഭാര്യ തന്നെ അടച്ചത്. ഇവനാണെന്ന് നുണ പറഞ്ഞാണ്. ഇപ്പൊ രണ്ടാമത്തെ കടം വന്നിട്ട് റൗഡികളെല്ലാം അവനെയും ഭീഷണിപ്പെടുത്തി ഭാര്യയും ഭീഷണിപ്പെടുത്തി. ഇവൻ ഭാര്യയോട് ചെന്ന് പണം ചോദിച്ചപ്പം നിങ്ങൾ മാറൂന്നാണ് പറഞ്ഞത്. പക്ഷെ മാറിയിട്ടില്ല. 10 കോടിക്ക് മേളിലാണ് കടം വരുത്തി വെച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. സഹായിച്ചാൽ അത് ഞാൻ ചെയ്യുന്ന ദ്രോഹമാണെന്നും പറഞ്ഞിട്ട് ഹീറോ എത്ര കേണപേക്ഷിച്ചിട്ടും ഭാര്യ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പൊ രാത്രി ഇവൾ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞിട്ട് അവളെ ഡ്രോയറിൽ നിന്ന് കുറച്ച് പണം കട്ടെടുക്കാൻ വേണ്ടി ഹീറോ ഡ്രോയർ തുറക്കാണ്. അപ്പോഴാണ് ഡിവോഴ്സ് അഗ്രിമെന്റ് കാണുന്നത്. ഹീറോ ഒരു വില്ലനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ഒഴിവാക്കാനായിരുന്നു അവൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതറിഞ്ഞ ഹീറോ ഭാര്യ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി ആ സ്വത്ത് തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഇതേപോലുള്ള വേറൊരു ന്യൂസ് കാണും. അതില് പാർട്ട്ണർ മിസ്സായി പോയി കുറെ നാൾ കഴിയുമ്പം ബോഡി കിട്ടിയോ ഇല്ലയോ സ്വത്തുക്കൾ ജീവനുള്ള പാർട്ട്ണറുടെ കയ്യിൽ വരും. ഇനിയിപ്പോ ബോഡി കിട്ടിയാലും ഇയാള് വേറെ സ്ഥലത്താണ് ഉള്ളതെന്ന് വരുത്തി തീർത്താൽ ഹലിബയുണ്ടെങ്കിൽ പുള്ളിക്ക് രക്ഷപ്പെടാലോ. അങ്ങനെയാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നത്. ഹീറോ അല്ല, നാറി വില്ലനാണ്. എന്നാൽ ഇപ്പൊ ഹീറോ എന്ന് പറയാം. അവൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് വക്കീൽ ചോദിക്കുകയാണ്, അപ്പൊ ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ തന്നെ അവളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു നാടകമാണ്. ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഹീറോ ഭാര്യ ജോലി വിട്ട് വരുമ്പം നല്ലൊരു ഡിന്നർ തയ്യാറാക്കുകയാണ്. അപ്പൊ ഭാര്യ പറയും, എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ടെന്ന്. ഉടനെ ഹീറോ, എന്റെ കാര്യം ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഈ ഗാംബ്ലിംഗ് എല്ലാം വിട്ടുകഴിഞ്ഞു, പണം തിരികെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച നമ്മുടെ ആനിവേഴ്സറി വരികയാണ്. ഞാൻ ദ്വീപിലേക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കേ. ഒരു ചാൻസും കൂടെ ഞാൻ ചോദിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ കൊതിക്കുന്നുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ആ നാട്ടിൽ വെച്ച് കടലിനടിയിൽ നിന്ന് കാണുന്ന സ്റ്റാറി സ്കൈ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒരവസരം താന്ന് പറഞ്ഞ് ചോദിക്കുക ഹീറോ. അവനെ ഒളിഞ്ഞിരിക്കുന്ന സാത്താനെ കാണാതെ ഭാര്യ സമ്മതിക്കും. അവൾ എന്തോ പറയാൻ വന്നില്ലേ, അതിപ്പോ പറയുന്നില്ല, പിന്നെ പറയാമെന്നും പറഞ്ഞിട്ട് അവൾ ആ സംഭവം മാറ്റിവെക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മൊട്ടവില്ലൻ, ഞാൻ ദരിദ്രനായി ജനിച്ചത് എന്റെ കുറ്റമാണോ? അവള് പണക്കാരിയാണ്. എല്ലാ സൗകര്യങ്ങളും അവൾക്കും അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പണം ഈ പാവപ്പെട്ടവന് ചോദിച്ചപ്പോൾ അവൾക്ക് തരാൻ കഴിഞ്ഞില്ല. അത് അവളുടെ തെറ്റാണ്. അവൾ അപ്പൻ ന്യായമായ രീതിയിലാണോ ഈ പണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഒരിക്കലുമില്ല. ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ പണമല്ലേ. അതിൽ കുറച്ച് ഞാൻ എടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നിങ്ങനെ ഈ മൊട്ട അവന്റെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും കേൾക്കാൻ വയ്യാതെ വക്കീലമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇവർ പോയി കഴിഞ്ഞിട്ടും മറ്റേ പ്രാന്താശുപത്രി ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണുന്നില്ല. കുറെ നേരമായി. അപ്പൊ ഇയാള് തന്റെ കെട്ടൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് ഈ ആശുപത്രിയുടെ വെളിയിലേക്ക് വരിക. ആശുപത്രിയുടെ അല്ല, ഈ മുറിയുടെ വെളിയിലേക്ക് വരിക. നോക്കുമ്പം അത് ആശുപത്രിയേ അല്ല, ഇയാളൊരു കണ്ടെയ്നറിനകത്തായിരുന്നു. ആശുപത്രി പോലെ വക്കീലമ്മയും അവരുടെ ടീമും ചേർന്ന് സെറ്റപ്പ് ചെയ്ത ഒരു നാടകമായിരുന്നു ഇത്. പുറത്തു വന്ന ഹീറോ അവരുടെ ടീമിലുള്ള എല്ലാവരെയും കാണും. അതായത് ഇത്രയും നാള് ഹീറോ കണ്ടുകൊണ്ടിരുന്ന ആ ഫോട്ടോഗ്രാഫർ ആവട്ടെ, തന്റെ പുതിയ ഭാര്യ ആവട്ടെ, പോലീസുകാരനാവട്ടെ, കടയിലുള്ള ആൾക്കാരാവട്ടെ, എല്ലാവരും വക്കീലമ്മയുടെ ടീമിലുള്ള ആൾക്കാരായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് ഡ്രാമയിട്ട് ഈ ഹീറോയായ വില്ലനെ പറ്റിക്കുകയായിരുന്നു. നമ്മുടെ വക്കീലമ്മ മുന്നോട്ട് വരും. അവളെ നെഞ്ചി ഒട്ടിവെച്ചിരിക്കുന്ന സ്റ്റിക്കർ വലിച്ചു മാറ്റുമ്പോഴാണ് അത് ശരിക്കും വക്കീലല്ല, ഭാര്യയുടെ കൂട്ടുകാരി മിമിൻ ആണെന്ന് മനസ്സിലാവുക. ഈ മിമിനും ഹീറോയുടെ ഭാര്യയും ബെസ്റ്റ് കൂട്ടുകാരായിരുന്നല്ലോ. അവർ ചെറുപ്പം മുതലേ കൂട്ടുകാരാ. അവരെങ്ങനെയാണ് കൂട്ടുകാരായെന്ന് വെച്ചാൽ
മിമിനെ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പിള്ളേര് ഹറാസ് ചെയ്തു, പുള്ളി ചെയ്തു. അതിന്റെ വിഷമത്തി കൊച്ചു മരിക്കാൻ പോയതായിരുന്നു. അപ്പൊ ഹീറോയുടെ ഭാര്യയാണ് പല കഥകളും പറഞ്ഞ് അവളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. താഴെ പോയി ഇടിച്ച് മണ്ടയൊക്കെ പൊട്ടി, നിന്റെ മോന്ത കാണാൻ വൃത്തികേടാവും, അതുകൊണ്ട് ചാവണ്ടവാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ഭാര്യയായിരുന്നു മിമിനെ വിളിച്ചുകൊണ്ട് പോയത്. അന്ന് മുതൽ അവർ ബെസ്റ്റ് കൂട്ടുകാരികളായിരുന്നു. ഭാര്യ നല്ല പടം വരക്കാരിയും കൂട്ടുകാരി നല്ല നാടകക്കാരിയുമായിരുന്നു. രണ്ടുപേർക്കും വേറെ വേറെ ഇഷ്ടങ്ങളായിരുന്നു. ഇതില് മിമിനെ ആ ഇംഗ്ലീഷ് പിള്ളേര് ഹറാസ് ചെയ്തില്ലേ, അതിൽ അവളുടെ നെഞ്ചത്തൊരു പാടുണ്ടായിരുന്നു. ആ പാട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ടാറ്റു ചെയ്ത്. അത് മുസിയുടെ പേരാണ്, കൂട്ടുകാരിയുടെ പേര്. അവസാനം പാരന്റ്സ് മരിച്ചു കഴിഞ്ഞ് മുസി നാട്ടിലേക്ക് തിരികെ വരികയാണ്. കൂട്ടുകാരിയോട് ബൈ പറഞ്ഞു വന്നെങ്കിലും എല്ലാ സമയത്തും മിമിനും മുസിനും കോണ്ടാക്ട് ചെയ്തിരുന്നു. എല്ലാ വിവരങ്ങളും അവർ പരസ്പരം കൈമാറിയിരുന്നു. അവസാനം സ്റ്റാറി സ്കൈ കാണാൻ കടലിനടി പോകുന്ന വിവരം വരെ മുസി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ കൂട്ടുകാരി മിമിൻ മെസ്സേജ് ചെയ്തപ്പോഴോ കോൾ ചെയ്തപ്പോഴോ മുസി ഫോൺ എടുക്കുന്നില്ല. അതിലാണ് സംശയപ്പെട്ട അവള് ഈ ഐലൻഡിലേക്ക് വരുന്നത്. എന്നിട്ട് ആദ്യം കാണുന്നത് മുസി കാണാതായി എന്നുള്ള വിവരമാണ്, പോസ്റ്ററാണ്. അതിൽ തന്നെ അവൾക്ക് സംശയമായി. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ ബോഡി ഇല്ലാതെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുസിയുടെ അവസാനത്തെ ലൊക്കേഷൻ ഈ ലൈറ്റ് ഹൗസിനടുത്തുള്ള ബീച്ചിലാണ്. എന്നാൽ അവൾ ഇവിടെ വെച്ചാണ് കാണാതായെന്നുള്ള വിവരം ഹീറോ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മിമിന് ഹീറോയെ സംശയമായത്. മാത്രമല്ല ഹീറോ ഒരു ചൂതാട്ടക്കാരനാ. അതുകൊണ്ട് അവൻ എന്തെങ്കിലും വില്ലത്തരം ചെയ്തിട്ടുണ്ടാവുമെന്ന് മിമിന് അറിയാമായിരുന്നു. എളുപ്പത്തിൽ അവൻ സത്യം പുറത്തു പറയില്ല, എന്തു വന്നാലും പറയില്ല. സോ അവന്റെ വാഗൊണ്ട് തന്നെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ടാണ് മിമിൻ തന്റെ കൂട്ടുകാരെയും കൂടെ ഈ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. മുസി ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എല്ലാ വിവരങ്ങളും ഇവൾക്കറിയാമായിരുന്നു, അവളെ കാലിലെ പാടുവരെ. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ഹീറോ അറിയാതെ അവനെ ഈ ഡ്രാമയിലേക്ക് വലിച്ചിട്ട് അവര് സത്യം പുറത്തു കൊണ്ടുവരായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ മൊട്ടത്തലയൻ അട്ടഹസിച്ച് ചിരിച്ചിട്ട് കത്തിയും കൊണ്ട് ഞാൻ നിന്നെ കൊല്ലൂടിയെന്നും പറഞ്ഞ് മിമിന്റെ അടുത്തേക്ക് ഓടി വരാം. പക്ഷെ അപ്പോഴേക്കും ഇവര് പോലീസിന് വിവരം കൊടുത്തിരുന്നു. പോലീസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ വെച്ച് മൊട്ടത്തലയനെ പിടിച്ചുകൊണ്ട് പോവാണ്. അത് കഴിയുമ്പം മുസീനെ അന്വേഷിച്ചവര് ലൈറ്റ് ഹൗസിന് കീഴെ ചെല്ലും, കടലിനടിയിൽ. അപ്പോ ഈ സ്രാവൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കേജ് ഉണ്ടാക്കില്ലേ, ടൂറിസ്റ്റുകൾ അതിനകത്ത് കയറിയിരുന്നിട്ടാണ് അണ്ടർ സീ വ്യൂ ഒക്കെ കാണുന്നത്. ഈ കേജിനകത്ത് പാവം പെണ്ണിനെ ആ കൊടൂര കാവാലൻ അടച്ചു വെച്ച് തിരികെ നീന്തി പോരാണ് ചെയ്ത്. അങ്ങനെയാണ് അവൾ മരണപ്പെട്ടത്. ഇപ്പൊ പ്രസന്റിൽ മൊട്ട ആ നാട്ടിലെ ജയിലിലാണ്. മിമിൻ അവനെ കാണാൻ ചെല്ലും. എന്നിട്ട് നീ ചെയ്ത കുറ്റത്തിൽ ഇത്തിരിയെങ്കിലും നിനക്ക് കുറ്റബോധം ഉണ്ടോടാ എന്ന് ചോദിക്കുക. അപ്പൊ അവൻ കുറ്റബോധം ഉള്ള പോലെ അഭിനയിച്ച് കരഞ്ഞു കാണിച്ചിട്ട് പെട്ടെന്ന് ചിരിക്കും. എനിക്ക് നിന്നെ മാത്രം കൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് സമാധാനത്തോടെ ഞാൻ ഇരുന്നേനെ എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണ്. അപ്പൊ അവള് നിന്നെ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ച വിശ്വസിച്ച പെണ്ണിനെയാണ് നീ കൊന്നുകളഞ്ഞത്. അതിൽ നിനക്ക് കുറ്റബോധം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. എന്നാലും ഈ സത്യം നീ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമാധാനത്തോടെ നീ ജയിലിരിക്കാൻ പാടില്ല. മനുഷ്യത്വം ചെറിയ അംശം ഉണ്ടെങ്കിൽ നീ ഇതിൽ വേദനിക്കുന്നു പറഞ്ഞിട്ട് കൂട്ടുകാരി ഒരു കാർഡ് ഹീറോയുടെ മുന്നിൽ തൂക്കിയിട്ട് അവിടെ നിന്ന് നടന്നു പോകും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഹീറോ ഭാര്യനെയും വിളിച്ചുകൊണ്ട് ഈ സ്റ്റാറി സ്കൈ കാണിക്കാന്ന് പറഞ്ഞ് കേജിനകത്തേക്ക് പോയി. അവിടുന്ന് ഭംഗിയുള്ള ആകാശത്ത് കാണുന്ന സ്റ്റാറി സ്കൈ കാണിച്ചു കൊടുക്കുകയാണ്. അതിലവള് മെയ്മറന്ന് നിൽക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് കേജിന് പുറത്തേക്ക് വന്ന് ആ കേജ് അടച്ചു വെക്കുകയാണ്. അവൾക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഇവൻ എന്താ ചെയ്യണേന്ന്. അവൾ തുറന്നു വിട്, എന്നെയും കൂടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഇവൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ ആ സിമ്പല്, അത് കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, പേടിയാവുന്നുണ്ട്, എന്നെയും കൂടെ കൊണ്ടുപോന്ന് പറഞ്ഞ് ആ സിഗ്നൽ കാണിച്ചു കൊടുക്കുക. അവൾക്ക് മനസ്സിലായില്ല അവൻ എന്താ ചെയ്യണേ. എന്നാ ഈ നാറി ആ പെണ്ണിനെ തിരിഞ്ഞു നോക്കാതെ അവിടുന്ന് ദൂരേക്ക് നീന്തി രക്ഷപ്പെട്ടു പോവാ. കുറച്ചേരം കഴിയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന അവൻ എന്നെ കൊല്ലാനാണ് ഇതിനകത്ത് പൂട്ടി വെച്ചിരിക്കണേന്ന്. ഇവളപ്പ ആ കാർഡെടുത്ത് ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കും. ഇവൻ അത് നോക്കുന്നില്ല. ഇവൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി അവിടുന്ന് കരയിലേക്ക് നീന്തി വരാണ്. പക്ഷെ അവള് കാണിച്ച കാർഡ് എന്തായിരുന്നു എന്നറിയോ? ആ പാവം പെൺകുട്ടി ഗർഭിണിയായിരുന്നു. തന്റെ വയറ്റിൽ കുഞ്ഞുണ്ട്. അത് ഈ സ്റ്റാറി സ്കൈ കാണുന്ന സമയത്ത് ഭർത്താവിനെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവള് കാത്തിരിക്കുകയായിരുന്നു. ഈ കാര്യം കൂട്ടുകാരിയോട് അവൾ പറഞ്ഞിരുന്നു. ഡിവോഴ്സ് ചെയ്യാൻ പോയ സമയത്താണ് താൻ ഗർഭിണിയാണെന്ന് ഭാര്യ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യായിരുന്നു. ഭർത്താവ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ ഈ സന്തോഷ വാർത്ത കടലിനടിയിൽ വെച്ച് അറിയിക്കാന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിച്ചിരുന്നു. അവസാനം ഇത് കാണിച്ചാലെങ്കിലും തന്നെ അവൻ വിളിച്ചോണ്ട് പോകും, കൊല്ലാൻ വിടില്ല, 2 ജീവനല്ലേ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവള് ദൂരെന്ന് ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇവനത് നോക്കിയത് പോലുമില്ല. ഇപ്പൊ ജയിലിൽ നിന്ന് ആ സത്യം അറിഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയുക. കരയേണ്ട ആവശ്യമില്ല. കരഞ്ഞാലും മണ്ടയ്ക്ക് ഒരു ചുറ്റിയും കൊണ്ട് തല്ലാനുള്ള ദേഷ്യം നമുക്ക് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യര് നമ്മുടെ ചുറ്റുമുണ്ട്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർ. മനുഷ്യ കോലം ഉണ്ടെങ്കിലും ചൈത്താന്റെ ബുദ്ധിയായിട്ട് നടക്കുന്ന കുറെ ആണും പെണ്ണും ഉണ്ട്. ഇവരെയൊക്കെ വലയപ്പെടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ലവ് ബോംബിംഗ് ചെയ്ത് നിങ്ങളെ ഉറിഞ്ചുകളെ ഓടിക്കോ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടതാ പലവണ. നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. അവിടെ വെച്ച് ലോസ്റ്റ് ഇൻ ദ സ്റ്റാർസ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Uru Kadasulutumas.